തുടരുകയാണ്. മൃഗങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. ഘോര വനത്തിലൂടെ യാത്ര നല്ല മനോഹരം തന്നെയാണ്. എല്ലാ കാഴ്ചകളെ കാണാൻ എന്നും പച്ചപ്പൊക്കെ ആയിട്ട്. എത്താനായി കടാ. ഇവിടെ വാൽപ്പാറ നേരെ ഇതാണ് ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഷോലയാറിൽ. ഇവിടെ നിന്നാണ് KSRTC ബസ്സൊക്കെ തിരിയുന്നത്. ഇവിടെ നിന്ന് നേരെയാണ് മലക്കപ്പാറ 25 കിലോമീറ്റർ, വാൽപ്പാറ 53 കിലോമീറ്റർ. ഓക്കെ, നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഇനി 25 കിലോമീറ്റേഴ്സേ ഉള്ളൂ മലക്കപ്പാറയിലേക്ക്. ഇത് കാടിൻ്റെ കാഴ്ചയാണ്. കുറേ ആൾ നിൽക്കുന്ന കണ്ടു. தாரி சிக்கல ஆனா டைகர் அப்படி இல்ல. டைகர் தான் ஒரு பவுண்டரி. டைகர் ലയൺ அந்த ബൗണ്ടറിക്കുള്ള இன்னொரு മേൽ ടൈഗർ വരக்கூடாது. ഇഷ്ടം പോലെയുണ്ട്. ഇനി 20 കിലോമീറ്റർ ഉണ്ട് മലക്കപ്പാറ എത്താൻ. ഇപ്പോൾ കാടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പം മനോഹര നിലയാണ് പാറയൊക്കെ ആയിട്ട്. മലക്കപ്പാറ 21 കിലോമീറ്റേഴ്സ് ഉള്ളത്. മനോഹര കാഴ്ച. ഇപ്പുറത്തെ നല്ല വ്യൂ പോയിന്റ് ആണ്. ഇനിയുണ്ട് ഒരു 18 കിലോമീറ്റേഴ്സ് ഇനിയുണ്ട്. മലക്കപ്പാറ ഇനി 15 കിലോമീറ്റർ. ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്, മലക്കപ്പാറ. നീണ്ട 10 മണിക്കൂർ യാത്ര. ശരിക്കും പറഞ്ഞാൽ മാപ്പിൽ 8 മണിക്കൂർ. അവിടെ ഇവിടെയും ബ്രേക്കും മറ്റ് ട്രാഫിക്കും ഒക്കെ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ എടുത്തു. 349 കിലോമീറ്ററോളം ഉണ്ട്. ഞാൻ കാണിച്ചത് എത്ര കിലോമീറ്റർ. ഇതാണ് മലക്കപ്പാറ. അപ്പോൾ ഇന്നത്തെ യാത്ര മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറ വരെയാണ്. കോടമഞ്ഞൊക്കെ നിറഞ്ഞിട്ടുള്ള ഇതാണ്. രാവിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ യാത്ര പുറപ്പെടുകയാണ് വാൽപ്പാറയിലേക്ക്. രാവിലത്തെ ഭക്ഷണം ഞാനിപ്പോൾ മലക്കപ്പാറയിലാണ്. പിന്നെ നമ്മളിപ്പോൾ വാൽപ്പാറ പോകാൻ പോവാണ്. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാവിലെ വാൽപ്പാറയിലേക്ക് പോകാൻ പോവാണ്. രാവിലെ കോടമഞ്ഞുണ്ട്. ഞാനിപ്പോൾ വാൽപ്പാറ പോവാണ്. അപ്പോൾ മലക്കപ്പാറയിൽ നിന്ന് കടമറ്റം പിന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ നേരെ വാൽപ്പാറയിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് പോസ്റ്റിൽ പോയിട്ട് ഇത് പറയണം. അപ്പം ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് കാണാം. ഇതിന് ശേഷം നമ്മൾ നേരെ വാൽപ്പാറയിൽ പോവാണ്. നമ്മളിപ്പോൾ വാൽപ്പാറ പോവാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. വാൽപ്പാറ ഇവിടുന്ന് 26 കിലോമീറ്റർ. പിന്നെ പൊള്ളാച്ചി ഈ പാസ് കാണിച്ചു. ഇനി ഈ പാസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വാൽപ്പാറ 26 കിലോമീറ്ററാണ്. നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പം വാൽപ്പാറ പോകുന്ന വഴിക്കാണ്. വാൽപ്പാറയിൽ 2-3 സ്പോട്ടാണ് മെയിനായിട്ടുള്ളത്. ഒന്നൊരു പുഴയുണ്ട്, പിന്നെ ഒരു നല്ല മുടി എന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം നല്ല മുടി എന്ന വ്യൂ പോയിൻറ്റിലാണ് പോകുന്നത്. അത് ഇവിടുന്ന് 22-23 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പം 2 വഴിയാണ് നമുക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കാണാം. വളരെ ശ്രദ്ധിക്കണം. അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പുഴയും വാൽപ്പാറ പുഴയിലേക്ക് പോകും. ഇത് നല്ല മുടി പിന്നെ പൂഞ്ചോല ആ ഭാഗത്തേക്ക് പോകുന്ന വഴി. അപ്പോൾ ഇവിടെ പോകണമെങ്കിൽ ആ കുറച്ച് ഹൈറ്റിൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് 2 വഴി കാണാം. അടിപൊളിയല്ലേ. കടാ ബസ് പോകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കയറി അതിൻ്റെ മുകളിൽ പോകും.
കിട്ടില്ലെന്ന് തന്നെ കാഴ്ചകൾ. സൂപ്പർ. അടിപൊളി കാഴ്ച. പോകുന്ന വഴിക്കൊക്കെ നല്ല കാഴ്ചകളാണ്.